ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധയുണ്ടായിരിക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഫോക്കസ്, കോൺസെൻട്രേഷൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് ശ്രദ്ധ ഉണ്ടായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് എങ്ങനെ നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൂട്ടാം? നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യങ്ങളിലും നമ്മളത് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം രാവിലെ മുതൽ നമ്മൾ രാത്രി വരെയുള്ള സമയങ്ങളിൽ നാം ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റികളിലും നമ്മൾ ശ്രദ്ധ പുലർത്താനായിട്ട് ശ്രമിക്കണം. ഞാൻ ആരെയൊക്കെ കണ്ടുമുട്ടി നമ്മളൊന്ന് ചെറിയ രീതിയിലൊരു ശ്രദ്ധ കൊടുക്കണം. ഞാൻ ആരോട് എന്തൊക്കെ സംസാരിച്ചു, ഞാൻ ആരോടൊക്കെ ദേഷ്യപ്പെട്ടു, ഞാൻ ആരോടൊക്കെ പുഞ്ചിരി തൂകി, ഇതിനൊക്കെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കാൻ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്ത് ഭക്ഷണമാണ് ഞാൻ കഴിച്ചത്, ഞാൻ ശ്രദ്ധിച്ചിട്ടാണോ ഞാൻ എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വെള്ളം കുടിച്ചത് ശ്രദ്ധിച്ചിട്ടാണോ, ഞാൻ എത്ര രൂപ ഇന്ന് ചിലവാക്കി, ഞാൻ ഏതൊക്കെ വസ്ത്രങ്ങളാണ് ഇന്ന് ഞാൻ ധരിച്ചിരിക്കുന്നത്, ഞാൻ എത്ര സമയം നടന്നു, അല്ലെങ്കിൽ ഞാൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തൊക്കെ വസ്തുക്കളെ കണ്ടു, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഇന്ന് പോകുന്ന സമയങ്ങളിൽ ആരെയൊക്കെ കണ്ടുമുട്ടുന്നു, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കണം. ഗ്രേറ്റ് ആയിട്ടുള്ള ഋഷിവര്യന്മാരാണെങ്കിലും അവർ ഇന്നറിലേക്കാണ് ശ്രദ്ധിക്കുന്നത്, എൻ്റെ തന്നെ മനസ്സിലേക്ക്. അതിൽ നിന്ന് നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ ആ വിദ്യാർത്ഥി ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഒരു ബിസിനസ്മാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്നവരോ ആണെങ്കിൽ അവരവരുടെ വർക്കിൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മുടെ ഒരു ശീലമായി മാറണം. നമ്മൾ ഇതിനുവേണ്ടി പരിശ്രമിക്കാതെ നമുക്കൊന്നും തന്നെ നമുക്ക് ജീവിതത്തിൽ കിട്ടത്തില്ല. അപ്പം അതിനുവേണ്ടി നമ്മൾ സമയം കണ്ടെത്തുകയും നമ്മളുടെ ശ്രദ്ധിക്കുന്ന ഒരു ക്യാരക്ടർ നമ്മൾ പതുക്കെ രൂപപ്പെടുത്തിയെടുക്കുകയും വേണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ